ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2016 റിലീസായിട്ടുള്ള വാമ്പയർ ഡിറ്റക്റ്റീവ് എന്ന ഒരു സൗത്ത് കൊറിയൻ ടെലിവിഷൻ സീരീസാണ്. ഈ പ്രേതങ്ങളുടെയും വാമ്പയേഴ്സിൻ്റെ ഒക്കെ സീരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണത്. അപ്പോൾ നമുക്കധികം വൈകാതെ ഫസ്റ്റ് എപ്പിസോഡിലോട്ട് കിടക്കാം. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റ് കാണിച്ചുകൊണ്ടാണ്. അവിടെ നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള യൂൻ സാനെ കാണിക്കുന്നു. നമുക്ക് തൽക്കാലത്തേക്ക് അവനെ സാൻ എന്ന് വിളിക്കാം. അങ്ങനെ സാനും അവൻ്റെ ഒരു ഫ്രണ്ടും കൂടി നന്നായിട്ട് ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ വെച്ച് അവൻ്റെ ക്ലാസ്മേറ്റിന് ഈ ഫൈറ്റിംഗ് സ്കിൽസ് ഒക്കെ കുറച്ച് കൂടുതലായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ അവൻ നമ്മുടെ സാനിനെ അടിച്ച് നിലത്തിടുന്നുണ്ട്. പക്ഷെ നമ്മുടെ സാൻ ഇങ്ങനെ തോറ്റുപോയത് കണ്ട് വളരെ നെർവസ് ആയിട്ട് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് യൂജിൻ. ശരിക്കും ഈ യൂജിനും നമ്മുടെ സാനും തമ്മിൽ ചെറിയ ഒരു കെമിസ്ട്രി ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ തോറ്റുപോയ നമ്മുടെ സാനിനെ യൂജിൻ വന്ന് സമാധാനിപ്പിക്കുന്നതിൻ്റെ ഇടയിലാണ് യൂജിനെയും സാനിനെയും അവൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്ത ഒരു ക്ലാസ്മേറ്റിനെയും ഡീൻ വിളിക്കുന്നതായിട്ട് അവർ അറിയുന്നത്. പെട്ടെന്ന് തന്നെ എന്താണാവോ എന്ന് വിചാരിച്ച് വളരെ നെർവസ് ആയിട്ട് അവർ നിൽക്കുമ്പോൾ യൂജിനാകട്ടെ അവളുടെ കഴുത്തിൽ കിടന്നിരുന്ന സൂര്യൻ്റേത് പോലെയുള്ള ഒരു പെൻഡന്റ് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണാം. അതെന്തിനാണെന്ന് സാൻ ചോദിക്കുമ്പോൾ അവൾക്ക് സാധാരണ ടെൻഷനൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് അവളുടെ ഒരു ഹാബിറ്റ് ആണെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവർ ഡീനിനെ കാണാൻ പോകുമ്പോൾ അവർ 3 പേരും ഒരു അണ്ടർ കവർ ആയിട്ടുള്ള ഒരു ഓപ്പറേഷന് സെലക്ട് ചെയ്ത കാര്യം ഡീൻ പറഞ്ഞിട്ട് അതിന് നിങ്ങൾ റെഡി ആണോ എന്ന് ചോദിക്കുമ്പോൾ അവർ 3 പേരും അതിന് റെഡി ആണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ വളരെയധികം റിസ്കി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ മുഖത്തുണ്ടെങ്കിലും ഡീൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മറുത്തൊന്നും പറയാനായിട്ട് അവർക്കും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്ത സീനിൽ ആ ഒരു ഓപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് യൂജിനെ കുറേ പേര് പിടിച്ച് ഒരു ബിൽഡിങ്ങിൽ കെട്ടിയിട്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓൾറെഡി നമ്മുടെ സാനിന് യൂജിനെ ഇഷ്ടമായതുകൊണ്ട് അവളെ രക്ഷിക്കാനായിട്ട് അത്രയും വലിയൊരു റിസ്ക് എടുത്ത് അവൻ അങ്ങോട്ടേക്ക് വന്ന് വളരെ അഡ്വഞ്ചറസ് ആയിട്ട് തന്നെ അവളെ രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിലും വീണ്ടും അവൻ അവിടെ വന്ന ഗുണ്ടകളുടെ ഇടയിൽ പെട്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് അവൻ്റെ ക്ലാസ്മേറ്റും യൂജിനും കൂടി ഒരുമിച്ച് കാറിൽ വന്ന് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. അങ്ങനെ അവർ 3 പേരും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകുമ്പോഴും യൂജിനിന്റെ മുഖത്ത് വലിയൊരു വിഷമം നമുക്ക് കാണാം. എന്തിനാണ് ഇത്രയും വലിയൊരു റിസ്ക് എടുത്ത് നീ എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് സാനിനോട് ചോദിച്ചിട്ട് പെട്ടെന്ന് അവള് വണ്ടി ഒന്ന് നിർത്താനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു വണ്ടി നിർത്തുന്ന സമയത്ത് യൂജിൻ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നടന്നു പോകുന്നുണ്ട്. സാൻ ഓടി തന്നെ അവളുടെ പുറകെ ചെന്നിട്ട് അവളോട് തിരികെ കാറിൽ കയറാൻ പറയുമ്പോൾ അവൾ അതിന് സമ്മതിക്കില്ല എന്ന് മാത്രമല്ല ആ ഒരു മൊമെന്റിൽ പെട്ടെന്ന് അവൾ സാനിനെ വിളിച്ചിട്ട് അവളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന തോക്കുമെടുത്ത് കയ്യിൽ വെച്ച് ഐ ആം സോറി എന്ന് പറഞ്ഞിട്ട് അവനവിടെ ഷൂട്ട് ചെയ്ത് താഴേക്ക് വീഴ്ത്താണ്. പെട്ടെന്നുണ്ടായ ഈ ഒരു ഷോക്കിൽ ഇതിപ്പോൾ എന്താ ഉണ്ടായെന്ന് നമ്മളെ പോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റാതെ സാൻ താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോഴും അവനെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ യൂജിൻ അവിടെ നിന്ന് കാറിലേക്ക് കയറി പോകുന്നതും കുറച്ചകലെ പോയിട്ട് ആ കാറ് പൊട്ടിത്തെറിച്ച് യൂജിനും അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ക്ലാസ്മേറ്റും അവിടെ മരിച്ചു വീഴുന്നതും കണ്ണീരോടെ ഒന്നും ചെയ്യാൻ പറ്റാതെ നെഞ്ചിലെ വെടിയേറ്റിട്ട് കിടക്കുന്ന സാനും കാണുന്നുണ്ടായിരുന്നു. തൻ്റെ മുമ്പിൽ തൻ്റെ ഗേൾ ഫ്രണ്ട് ഇങ്ങനെ പൊട്ടിച്ചെതറുന്നത് കാണുന്ന സാൻ ഒന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാതെ അവിടെ തന്നെ കിടക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ പ്രസന്റ് ആയിട്ടുള്ള സമയമാണ് കാണിക്കുന്നത്. സാൻ ഇപ്പോൾ ത്രെഡ്മില്ലിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ചെസ്റ്റിൽ ഇപ്പോഴും ആ ഒരു ഗൺഷോട്ടിന്റെ മുറിവ് കാണാം. ഇപ്പോൾ അവൻ താമസിക്കുന്നത് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള യോങ് ഗു ഹ്യുങ്ങിന്റെ ഒപ്പമാണ്. അപ്പോഴാണ് ഇപ്പോൾ പണ്ടത്തെ പോലെയുള്ള അണ്ടർ കവർ ഓപ്പറേഷൻസിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ട് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ട് ഗു ഹ്യുങ്ങിന്റെ ഒപ്പമാണ് നമ്മുടെ സാനും വർക്ക് ചെയ്യുന്നത്. അവർക്ക് കിട്ടുന്ന കൊട്ടേഷൻ അനുസരിച്ച് കുറെ ആൾക്കാരുടെ ഇല്ലീഗൽ ആയിട്ടുള്ള റിലേഷൻഷിപ്സിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുക, അതുപോലെ ചെറിയ ചെറിയ കേസുകളൊക്കെയാണ് അവർ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അവരുടെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് അവരെ ഒരു ക്രൈം സീനിലോട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് വിളിക്കുന്നത്. അവിടെ എത്തുന്നവരോട് ഡിറ്റക്റ്റീവ് ഈ അടുത്ത് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ കാര്യം പറയുന്നുണ്ട്. തന്റെ ഹസ്ബൻഡ് ഒരു ബിസിനസ് ട്രിപ്പിലായിരുന്ന സമയത്ത് ഡോറും വിൻഡോയും ഒക്കെ ക്ലോസ്ഡ് ആയിട്ടുള്ള നിലയിൽ തന്നെ വളരെ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ അവൾ മരണപ്പെട്ടു എന്ന ഡിറ്റക്റ്റീവ് പറയുമ്പോൾ അവിടെയുള്ള ചുറ്റുപാടുകളൊക്കെ നോക്കിയിട്ട് വന്നിരുന്ന കില്ലർ ശരിക്കും അവളുടെ തന്നെ ഒരു ഫ്രണ്ട് ആണെന്നും ഒരു സ്മോക്കർ ആണെന്നും ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്ന ആളാണെന്നൊക്കെ അവൻ പറയുമ്പോൾ അതൊക്കെ കേട്ട് ഇവരുടെ സസ്പെക്റ്റിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അവളുടെ തന്നെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളൊരു കാര്യം ഡിറ്റക്റ്റീവിനും മനസ്സിലാകുന്നുണ്ട്. ഇതിലൂടെ തന്നെ അത്രയും കാലിബറും ഐക്യവും ഒക്കെ ഉള്ള വളരെ ഒബ്സർവേഷൻ സ്കിൽസ് ഉള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് ആണ് സാൻ എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ആ ഒരു കേസൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ 2 പേരും വീട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു വീട്ടിൽ ആരോ കയറിയതുപോലെ
പോലെ സാനിന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഹ്യങ് ആകട്ടെ അവൻ പറയുന്നൊന്നും കേട്ടില്ല എന്ന് മാത്രമല്ല, അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഹൻ ഗ്യു വൂൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവരുടെ വൈനും കുടിച്ച് നിൽക്കുന്നത് അവര് കാണുന്നുണ്ട്. ഞങ്ങളോട് ചോദിക്കാതെ ഞങ്ങളുടെ വീട്ടിൽ എന്തിനാ കയറിയതെന്നൊക്കെ പറഞ്ഞ് നീ ആരാണെന്നൊക്കെ അവളോട് ചോദിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ജയിലിലൊക്കെ കയറിയിട്ടുള്ള ഒരു കള്ളിയാണ് അവളെന്ന് അവള് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോ അവൾ ഇവിടെ എത്തിയിരിക്കുന്നത് അവരോട് രണ്ടുപേരോടും ഒരു റിക്വസ്റ്റുമായിട്ടാണ്. അത് വേറൊന്നല്ല, ഇവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഗ്യൂമിൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ രാത്രി സമയങ്ങളിൽ വീട് വിട്ട് ഇറങ്ങി പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവന്റെ കോട്ടിൽ കുറെ ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ ഇവള് കാണുന്നുണ്ടെന്നും ഒരു ദിവസം അതെന്താണെന്ന് അറിയാനായിട്ട് അവൾ അവനെ ഫോളോ ചെയ്ത സമയത്ത് അവൻ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു പെണ്ണിനെ കണ്ടുമുട്ടിയെന്നും അവൾ കഴുത്തിൽ ഒരു സൂര്യൻ്റേത് പോലുള്ള ഒരു പെൻഡന്റ് ഒക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഒക്കെ പറഞ്ഞ് ഇരുട്ടത്ത് അവർ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ആ ഒരു പെൻഡന്റ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇവന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് ഇവനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയ യൂജിനിന്റെ കയ്യിലും ഉണ്ടായിരുന്നു എന്ന കാര്യം അവന് ആലോചിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അവന് അവളുടെ ഓർമ്മകളൊക്കെ വരികയും അതുകൊണ്ട് തന്നെ ആ പെണ്ണ് ആരാണെന്ന് കണ്ടുപിടിക്കാനും വേണ്ടിയിട്ട് അവൻ ഈ ഒരു കേസ് അറ്റൻഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി അവര് വൂളിന്റെ ബോയ് ഫ്രണ്ടിനെ ഫോളോ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ പതിവ് പോലെ രാത്രി അവൻ റൂമിന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആരെയോ മീറ്റ് ചെയ്യാനായിട്ട് ഒരു നൈറ്റ് ക്ലബിലേക്ക് പോകുന്നുണ്ട്. അവരെ ഫോളോ ചെയ്ത് സാനും ഹ്യങ്ങും പോകുന്നുണ്ടെന്ന് മാത്രമല്ല വൂളിനോട് ഇത് ഭയങ്കര ഡേഞ്ചർ ആയതുകൊണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്ലബിലൂടെ പോകുന്ന സമയത്ത് അവസാനം അവരൊരു കിച്ചണിൽ ചെന്നെത്തുന്നുണ്ട്. അവിടെ കുറെ പണിക്കാര് എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കാണുന്ന സാൻ സോറി എനിക്ക് വഴി തെറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ അവിടേക്ക് ഒരു ഗുണ്ട വന്നിട്ട് നീ മനഃപൂർവ്വം അല്ലടാ ഇങ്ങോട്ടേക്ക് കയറിയതെന്നോ പറഞ്ഞിട്ട് അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു സമയത്ത് ഹ്യങ്ങും അങ്ങോട്ടേക്ക് വന്നിട്ട് രണ്ടുപേരും കൂടിയിട്ട് ആ ഗുണ്ടകളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സീക്രട്ട് ഡോറിലൂടെ വൂളിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള മിന്നും ഇറങ്ങി വന്ന സമയത്താണ് ഇവരെ രണ്ടുപേരെയും ഇങ്ങനെ കാണുന്നത്. അങ്ങനെ എന്തോ പന്തികേട് മണത്തിട്ട് അപ്പം തന്നെ അവൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാണ്. ഈ ഒരു ഗ്യാപ്പിന് അവർ രണ്ടുപേരും കൂടി അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗുണ്ടകളെയും അടിച്ച് വീഴ്ത്തുന്നുണ്ടെങ്കിലും മിന്ന് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. നമ്മുടെ സാനിനാകട്ടെ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇങ്ങനെ വെടിയുണ്ടൊക്കെ കിട്ടിയതുകൊണ്ട് അവൻ അധികം അങ്ങനെ ഓടാനോ എക്സസൈസ് ചെയ്യാനോ ഒന്നും പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൻ അധികമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് അവന് തന്നെ വളരെ ഡേഞ്ചർ ആണെന്ന് ഡോക്ടർ ഓൾറെഡി അവനെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ നേരം മിന്നിനെ ഫോളോ ചെയ്ത് ഓടുന്ന സമയത്ത് അവൻ ഇടയ്ക്ക് വെച്ച് ഒന്ന് വയ്യായ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും മിന്ന് ഹങ്ങിനെ അറ്റാക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ എന്തോ ഭാഗ്യത്തിന് ഫാൻ അങ്ങോട്ടേക്ക് വന്ന് ഹങ്ങിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇതേ സമയം മിന്നാകട്ടെ അവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള വൂൾ അങ്ങോട്ടേക്ക് വരികയും അവനെ സമാധാനിപ്പിച്ച് അവൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മാറിപ്പോവുകയും ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസം വൂളാകട്ടെ അവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലേക്ക് സാനിനെയും ഹങ്ങിനെയും എന്തെങ്കിലും എവിഡൻസ് ഒക്കെ കിട്ടാനായിട്ട് വിളിക്കുന്ന സമയത്ത് അവർക്ക് അവിടെ വെച്ച് കുറെ ബ്ലഡ് സ്റ്റെയിൻസും മെഡിക്കൽ എക്യുപ്മെന്റ്സും ഒരു ലോഗോയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് ആ ഒരു റൂം ഫുള്ള് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവന്റെ ശരിക്കത്തെ ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോ സാന് അവിടെ വെച്ച് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കാര്യം എന്താണെന്ന് വൂളിന്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് ശരിക്കും ഈ വൂള് മിന്നിന്റെ ഗേൾഫ്രണ്ട് അല്ലെന്നും വൂള് ഈ ഡോക്ടറായിട്ടുള്ള മിന്നിന്റെ സഹോദരിയാണെന്നും പണ്ട് മുതലേ തലതെറിച്ച ഒരു കുട്ടിയായിട്ടുണ്ടായിരുന്ന അവള് കാരണം ഇനി മിന്നിന് വലിയ പ്രശ്നങ്ങളൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവള് അവളുടെ സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ചതെന്നും ഗേൾഫ്രണ്ട് ആണെന്ന് നുണ പറഞ്ഞതെന്നൊക്കെ സാനിന്റെ അടുത്ത് പറയുമ്പോൾ ഞങ്ങളുടെ ഒപ്പം ഇനി നിനക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇനി മുതൽ ഞങ്ങളോട് നുണ പറയരുതെന്ന് അവനും പറയാണ്. അങ്ങനെ അന്ന് രാത്രി വീണ്ടും അവരൊരു നൈറ്റ് ക്ലബിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് തലേന്ന് രാത്രി അവർക്ക് മിന്നിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ ആ ഒരു ലോഗോ വെച്ച് വീണ്ടും ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ആണെന്ന ഒരു പേരില് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിനെ കബളിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന മിന്ന് തലേന്ന് ഇറങ്ങി വന്ന ആ ഒരു സീക്രട്ട് ഡോറ് തുറക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് ശരിക്കും ഒരു കമ്പ്യൂട്ടർ അടങ്ങുന്ന ഒരു ഓഫീസ് തന്നെ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു കാര്യം അവർ കാണുന്നത്. പിന്നീട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ലോഗോ വെച്ചിട്ട് ആ ഒരു കമ്പ്യൂട്ടർ തുറന്ന് അതിലുള്ള ഡാറ്റാസ് ഒക്കെ അവരുടെ പെൻഡ്രൈവിലേക്ക് കളക്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം ആ ഒരു ഡാറ്റാസിലുണ്ടായിരുന്ന ഹെൽപ്പർ എന്ന് പറയുന്ന ഒരാളെ അവർ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ആ ഒരു ക്ലബിലേക്ക് ഇങ്ങനെ രണ്ടുപേര് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ആ ഒരു ക്ലബിന്റെ ഓണറും കുറെ ഗുണ്ടകളും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് പുറത്തുനിന്ന് കണ്ട വൂള് അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ അവരെത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് മറ്റൊരു സീക്രട്ട് പാസേജ് അവർ കണ്ടുപിടിക്കുന്നത്. അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് ഫുള്ള് ഫ്രീസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലഡാണ് അവർക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ഇതേ സമയം അവിടുന്ന് കട്ട് ചെയ്ത് മിന്നിനെ കാണിക്കുകയാണെങ്കിൽ മിന്നിപ്പോൾ അവൻ്റെ ശരിക്കത്തെ ഗേൾഫ്രണ്ടിനോട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ബ്ലഡ് കുടിക്കാനായിട്ട് ആവശ്യപ്പെടാണ്.
അപ്പോഴാണ് ശരിക്കും അവന്റെ ഗേൾ ഫ്രണ്ട് ഒരു വാമ്പയർ ആണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് ഇനിയും ഇങ്ങനെ ജീവിക്കാനായിട്ട് തനിക്ക് ആഗ്രഹമില്ലെന്നും പറഞ്ഞ് അവള് നേരെ അടച്ചിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വിൻഡോ തുറക്കുമ്പോൾ അതിലൂടെ വന്ന് സൂര്യപ്രകാശമെല്ലാം മേത്ത് തട്ടിയിട്ട് അവർക്ക് രണ്ടുപേർക്കും പൊള്ളല് ഏൽക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ അവള് കടിച്ചതിലൂടെ മിന്നും ഒരു വാമ്പയറായി തീർന്നുവെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കണക്കിന് അവന്റെ ഭാര്യയെ സമാധാനിപ്പിച്ച് നിനക്ക് എങ്ങനെയെങ്കിലും ഒരു ക്യൂർ ഞാൻ കണ്ടുപിടിക്കുമെന്നും അവൻ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ആ ഒരു നൈറ്റ് ക്ലബിലാകട്ടെ സാനിനെയും ഹങ്ങിനും ചുറ്റും കുറെ ഗുണ്ടകൾ വളഞ്ഞിട്ട് അവനെ ആക്രമിക്കാൻ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ട് വൂള് എൻ്റർ ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മണ്ണെണ്ണയുടെ ഒരു പാത്രം തട്ടി താഴെ ഇട്ടിട്ട് ലൈറ്ററും കത്തിച്ച് ആ ഒരു ഗുണ്ടകളെ ഭീഷണിപ്പെടുത്തി വളരെ എളുപ്പത്തിൽ തന്നെ അവരെ രണ്ടുപേരെയും അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോകുന്നത്. പക്ഷെ പിന്നീടാണ് അത് ശരിക്കും മണ്ണെണ്ണയൊന്നല്ല വെള്ളമായിരുന്നുവെന്ന് ആ ഒരു ഗുണ്ടകൾക്ക് മനസ്സിലാകുന്നത്. അവിടെ കാര്യങ്ങൾ അങ്ങനെ പോകുമ്പോൾ മിന്നാകട്ടെ ഈ ഒരു സമയത്ത് അവന്റെ ഗേൾ ഫ്രണ്ടിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ക്യൂറിന് വേണ്ട കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ ഭാര്യയും ഒരു ഡോക്ടർ ആയിരുന്നുവെന്നും ഹോസ്പിറ്റലിൽ വെച്ച് ഏതോ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ ഒരു പേഷ്യന്റ് കടിച്ചിട്ടാണ് അവളും വാമ്പയറായിട്ട് തീർന്നതെന്നും അവൻ ആലോചിക്കുന്നുണ്ട്. ഇതേസമയം വൂളിനാകട്ടെ തൻ്റെ ചേട്ടൻ എന്ത് പറ്റിയെന്ന് അറിയാതെ വളരെ വിഷമിക്കുമ്പോഴാണ് കുറച്ച് ദൂരെയായിട്ട് ചേട്ടന് വേറൊരു വീടുള്ള കാര്യം അവൾ ഓർത്തെടുക്കുന്നത്. ഒട്ടും തന്നെ വൈകിപ്പിക്കാതെ ചേട്ടൻ്റെ ആ ഒരു സീക്രട്ട് കണ്ടുപിടിക്കാനായിട്ട് അവള് ബാക്കി രണ്ടുപേരെയും കൂട്ടിയിട്ട് ആ ഒരു വീട്ടിലേക്ക് പോകാനായിട്ട് പുറപ്പെടുന്ന ഈ ഒരു സമയം ഇവരെന്താണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഗുണ്ട അവരെ ഫോളോ ചെയ്ത് അവർ പോകുന്ന അതേ സ്പോട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ ശ്രദ്ധിച്ച് അവർ ആ ഒരു വീടിൻ്റെ വാതിലൊക്കെ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ പെട്ടെന്ന് തന്നെ വാമ്പയറായിട്ടുണ്ടായിരുന്ന മിന്ന് ഹങ്ങിനെ ആക്രമിച്ച് അവന്റെ കഴുത്തിന് കയറി പിടിക്കുന്നുണ്ട്. ഇത് തടയാനായിട്ട് സാൻ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് വളരെ ശക്തിയോട് കൂടിയിട്ട് അവൻ സാനിനെയും അടിച്ച് താഴോട്ട് ഇടുന്നുണ്ട്. ഈ സമയം സാൻ ആകട്ടെ ഈ ഹെൽപ്പേഴ്സിനെ കുറിച്ച് അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അതൊക്കെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് മിന്ന് അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഈ സമയം സാൻ ആകട്ടെ അവൻ്റെ ആ ഒരു ഗേൾ ഫ്രണ്ടിനെ പറ്റിയുള്ള ഓർമ്മകളിൽ ആ ഒരു പെൻഡന്റ് ധരിച്ച ആ ഒരു ലേഡിയെ പറ്റി ചോദിക്കുമ്പോൾ അവള് നീ വിചാരിക്കുന്ന പോലെയല്ല വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലേഡിയാണെന്നും മിന്ന് പറയുന്നുണ്ട്. ഇതേ സമയം പുറത്തുനിന്ന് വൂളിന്റെ ഒച്ച കേൾക്കുമ്പോഴാണ് ആ ഒരു ഗുണ്ട വന്ന് വൂളിനെ കത്തിയുടെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. ഉടനെ തന്നെ സാനും ഹ്യങ്ങും കൂടിയിട്ട് അവളെ രക്ഷിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ഗുണ്ട ഇവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് ഉറപ്പിച്ച് അവർ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്ത ആ ഒരു USB തനിക്ക് തരാനായിട്ട് ആവശ്യപ്പെട്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ മിന്നിൻ്റെ ഭാര്യ മിന്നിൻ്റെ അടുത്ത് ഇനി ഇങ്ങനെ ഞാൻ ഒരു വാമ്പയറായിട്ട് ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് പറഞ്ഞ് അവനോട് സോറി ചോദിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വാമ്പയേഴ്സിന് ഈ സൂര്യപ്രകാശം തട്ടുന്നത് ദോഷമായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ പാട് തന്നെ അവളുടെ ശരീരം ഫുള്ള് നീറി പോകുന്നുണ്ടെങ്കിലും അതെല്ലാം സഹിച്ച് അവൾ അവളുടെ ശക്തിയെല്ലാം ഉപയോഗിച്ചിട്ട് വൂളിനെ പിടിച്ചിരുന്ന ആ ഒരു ഗുണ്ടയെ ആക്രമിച്ച് അവനെ കത്തിച്ച് കളയുന്നുണ്ട്. മാത്രല്ല ഇത്ര നേരം അവളും സൺലൈറ്റിനോട് എക്സ്പോസ്ഡ് ആയതുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ അവള് ആ ഒരു സൺലൈറ്റിൽ കത്തി മരണപ്പെടുന്നുണ്ട്. സമയം അങ്ങനെ കത്തി നിന്ന ആ ഒരു ഗുണ്ടയുടെ കയ്യിൽ തോക്ക് കാരണം കൊണ്ട് ഇവിടേക്കൊക്കെ വെടിവെക്കുന്ന സമയത്ത് അത് വൂളിന്റെ മേത്ത് കൊള്ളാതിരിക്കാനായിട്ട് താൻ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ മറച്ചു കിടക്കുന്ന സമയത്ത് അവനും ഒരു വെടി കൊള്ളുന്നുണ്ട്. അങ്ങനെ ആ ഒരു വെടിയും കൊണ്ട് മരിക്കാൻ കിടക്കുന്ന സമയത്താണ് പിന്നെ അങ്ങോട്ടേക്ക് വന്ന് വാമ്പയേഴ്സിന്റെ ആ ഒരു വൈറസിൽ നിന്നും രക്ഷിക്കാനായിട്ട് വേണ്ട ഒരു ക്യൂവർ അവൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് എല്ലാ രോഗങ്ങളെയും മാറ്റാനും ജീവൻ നിലനിർത്താനും പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് അത് നേരെ സാനിന്റെ ബോഡിയിൽ ഇൻജെക്ട് ചെയ്യുന്നത്. ഉടനെ തന്നെ അത് അവന്റെ ആ ഒരു ലിവിങ് സിസ്റ്റത്തിലോട്ട് കയറിയിട്ട് ആ ഒരു ഗൺ ഷോട്ട് കാരണം അവൻ ഉണ്ടാക്കിയ ആ ഒരു മുറിവെല്ലാം മാറ്റുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവന് തിരിച്ച് ജീവൻ കിട്ടിയെന്ന് മാത്രമല്ല അവന്റെ കണ്ണുകൾ പയ്യെ ഒരു യെല്ലോ ആയിട്ട് മാറുന്നുണ്ട്. അതിലൂടെ തന്നെ അവന് ഇപ്പോൾ ഒരു ഹാഫ് വാമ്പയറായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അവൻ ഇൻജെക്ട് ചെയ്തതിന് ശേഷം മിന്ന് അവനെ തന്നെ സൺലൈറ്റിനെ എക്സ്പോസ് ചെയ്ത് അവനും അങ്ങനെ കത്തി മരിക്കുന്നുണ്ട്. അങ്ങനെ പാവം നമ്മുടെ സാന് ഇപ്പോൾ ഒരു വാമ്പയറായിട്ട് തീരുന്ന ഈ ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ ഫസ്റ്റത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റുകൾ വഴി ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് എപ്പിസോഡായിട്ട് നാളെ തന്നെ ഞാൻ എത്തും. അപ്പോൾ അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.